നമസ്കാരം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ദേ എൻ്റെ ഈ മുന്നിൽ കിടക്കുന്ന വണ്ടി കണ്ടോ? ദേ കിടക്കണോ? ഗുഡ്സ് വാഹനങ്ങൾ അല്ലെങ്കിൽ ദേ ഈ കിടക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളോ എന്ത് കാറും ആയിക്കോട്ടെ, ഈ കാറ് ഷോറൂമിൽ നിന്നും വിൽപ്പന നടത്തണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ കൃത്യമായി ഈ വണ്ടി ദാ മുന്നിൽ കിടക്കണ നോക്കിയേ, വണ്ടി ഇറങ്ങി വന്ന് നോക്കിയേ, റോഡിൽ ദാ വണ്ടി ഇറക്കണത് കണ്ടോ? അങ്ങനെ വണ്ടി ഇറക്കുമ്പോൾ പാലിക്കേണ്ട കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഇങ്ങനെ വണ്ടി ഇറക്കിയപ്പോഴാണ് കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഡിഫൻഡറോ റേഞ്ച് റോവറോ ഏതോ ഒരു വണ്ടി ഇറക്കാൻ അറിയാൻ പാടില്ലാത്ത ആള് ഇറക്കിയതിൻ്റെ പേരിൽ ഒരു മനുഷ്യജീവൻ റോഡിൽ പൊലിഞ്ഞത്. വീണ്ടും ശങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറയുന്ന പോലെയാണ് ഈ പ്രവൃത്തി. ഇപ്പോഴും MVD ഉദ്യോഗസ്ഥനോ ഒരു മനുഷ്യൻ രാത്രി വിളിച്ച ഫോൺ പോലും എടുക്കില്ല എന്നുള്ളതും വാസ്തവമാണ്. എന്തായാലും ഇതേപോലെ റോഡിലിറക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനും പിടിക്കാനും ഉള്ള അതോറിറ്റിയാണ് പോലീസും MVDയും ഒക്കെ. ഇവരൊക്കെ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും വിഹിതം പറ്റിയത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ പരിശോധിക്കേണ്ട ബാധ്യത വിജിലൻസിനുള്ളതാണ്. വിജിലൻസ് ഇതൊക്കെ പരിശോധിക്കുമായിരിക്കും. എന്തായാലും റോഡിൽ ഇതേപോലെ വാഹനങ്ങൾ ഇറക്കുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഇതാ ഏത് ഷോറൂമിലേക്കാണോ വന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പോയിലേക്കാണോ വന്നത്, അല്ലെങ്കിൽ ഏത് യാർഡിലേക്കാണോ വന്നിരിക്കുന്നത്, ആ യാർഡിൽ വണ്ടി ഇറക്കാനുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെ പരിശോധിച്ച്, ഇല്ല എങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന വിൽപ്പന നടത്താനുള്ള പെർമിറ്റ് റദ്ദ് ചെയ്യണം. തോന്നണ പോലെ റോഡിലിറക്കിയാൽ നാളെ എൻ്റെ ജീവനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന റിട്ടയർഡ് ആവുന്ന MVD മാമൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ജീവൻ റോഡിൽ പൊലിയും. അങ്ങനെ പൊലിയുന്ന ജീവന് ഒന്നും കിട്ടുമില്ല. പിന്നെ കമ്മീഷൻ മേടിച്ചേക്കണ കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊന്നും കിട്ടാനും പോണില്ല. എന്തായാലും പറ്റത്തില്ല എന്നുള്ള എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് പരാതി കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ചെയ്തത് തെറ്റ് തന്നെയാണ്. അല്ല എന്ന് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് കുറേ ന്യായീകരണ തൊഴിലാളികളെ വെച്ച് പോസ്റ്റ് ഇട്ടാലൊന്നും പേടിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതൊന്നുമല്ല. നിങ്ങളെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്നൊരു അവർക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റൊക്കെ ന്യായീകരണ തൊഴിലാളികളൊക്കെ വെച്ചൊരു പോസ്റ്റ് ഇട്ടാൽ എൻ്റെ ഈ താടിയിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ മീശയിൽ നിന്നോ ഒരു രോമം പോകുന്നത് പോലെയുള്ളൂ. പരാതി നാളെ രാവിലെ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് ഞാൻ കൊടുക്കും എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. ആ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.